ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഏതാണ്? പാലക്കാടാണ് കേട്ടോ. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. പാലക്കാട് കേട്ടോ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചതാരാണ്? റോബർട്ട് റൈറ്റ് ആണ്. പുരാണങ്ങളിൽ ജൈരന്ത്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1984. പക്ഷെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1985. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താണത്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ട്. അപ്പം നമുക്ക് സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം നോക്കാം. മക്കാക്കാസിലാനസ്. എന്താണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം? മക്കാക്കാസിലാനസ്. മക്കാക്കാസിലാനസ്. അപ്പം നമുക്ക് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം നോക്കാം. കുല്ലിനിയ എക്സാറിലാറ്റ. എന്താണ് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം? കുല്ലിനിയ എക്സാറില്ലാറ്റ. കിട്ടിയോ? വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുല്ലിനിയ എക്സാറില്ലാറ്റ. ക്ലിയർ അല്ലേ? കുല്ലിനിയ എക്സാറില്ലാറ്റ. വിസ്തീർണത്തിൽ 1-ാം സ്ഥാനമുള്ള ജില്ല ഏതാണ്? പാലക്കാടാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാടാണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ജില്ല പാലക്കാടാണ്. പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യം പാലക്കാടാണ്. എന്താണ്? തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യം പാലക്കാടാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം അല്ലേ? അപ്പോൾ കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി പാലക്കാടാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ് ആണ്. പുരാണങ്ങളിൽ ജൈരന്ത്രി വനം എന്നറിയപ്പെട്ടത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1985. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതാണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്കാസിലാനസ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എക്സാറിലാറ്റ. വിസ്തീർണത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാടാണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ജില്ല പാലക്കാടാണ്. പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യം പാലക്കാടാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും പാലക്കാടാണ്. ഇനി ജസ്റ്റ് നിങ്ങളോട് കുറച്ച് വർഷം പറഞ്ഞുതരാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട്. കുറേ വന്യജീവി സങ്കേതങ്ങളുണ്ട്. അപ്പോൾ അവ സ്റ്റാർട്ട് ചെയ്ത വർഷങ്ങൾ പറഞ്ഞുതരാം. പെരിയാർ വന്യജീവി സങ്കേതം 1950-ലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം 1958-ലാണ്. പീച്ചി വാഴാനി 1958-ലാണ്. മുത്തങ്ങ 1973-ലാണ്. പറമ്പിക്കുളം 1973. ഇടുക്കി 1976. പേപ്പാറ 1983-ലാണ്. തട്ടേക്കാട് 1983. ചിനാർ 1984. ചിമ്മിനി 1984. ആറളം 1984. ശെന്തുരുണി 1984. മംഗളവനം 2004. കുറിഞ്ഞിമല 2006. ചൂലന്നൂർ 2007. മലബാർ 2010. കൊട്ടിയൂർ 2011. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെയ്ക്കും എല്ലാവരും നന്നായി പഠിക്കുക.